ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോഴേ നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് എന്തൊക്കെയാണ് കറിക്ക് കിട്ടിയെന്ന് നോക്കിയാലോ. നല്ല പച്ച ചെമ്മീനും പിന്നെ ദേ മുട്ടച്ചളയാട്ടോ കിട്ടിയത്. അങ്ങനെ അമ്മ വേഗം തന്നെ അത് വെട്ടി വൃത്തിയാക്കി കഴുകി തന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് ഈ ചെമ്മീനങ്ങാട് പറ്റിക്കാൻ വെക്കാം കേട്ടോ. പിന്നെ ദേ തൊട്ടിപ്പുറത്ത് ചാല തിളപ്പിക്കാനുള്ള ചട്ടി ദേ വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായി വന്നപ്പോൾ ദേ അതിലേക്ക് സവാളയും കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ടുണ്ട്. നന്നായി ഒന്ന് വഴണ്ടി വന്ന ശേഷം നമുക്കിനി പൊടികളൊക്കെ ആഡ് ചെയ്ത് ഇതിലേക്ക് ഒരാളെയും കൂടി ആഡ് ചെയ്യാൻ വിട്ടുപോയി ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി കൊടംപുളി കുട്ടനെയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കൊടംപുളി 2-3 എടുത്ത് നന്നായി കഴുകി അത് ദേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേ പുളിയൊക്കെ നന്നായി ഇറങ്ങിയിട്ടുണ്ട്. ഇനി അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായി തിളക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അത് തിളക്കാൻ വേണ്ടി മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ദേ തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ചാളയും കൂടി ഇട്ട് കൊടുത്തേ. പിന്നെ ഇന്ന് കുറച്ചധികം മുട്ട കിട്ടിയിട്ടുണ്ടല്ലോ ചാളയിൽ നിന്ന്, അപ്പോൾ അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കാം. നമുക്കിനി തൊട്ടിപ്പുറത്ത് മീൻ വറുക്കാനായിട്ട് വെക്കാം കേട്ടോ. പണ്ടാണെങ്കിൽ ചാള ഒരുപാട് കിട്ടുന്നൊരു ടൈം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആർക്കും ചാള അങ്ങനെ വേണ്ടായിരുന്നേ. ഇപ്പം ആണെങ്കിൽ ചാള കിട്ടാനും കുറവാണ്. കിട്ടിയ ചാളയ്ക്കോ ഭയങ്കര വിലയുമാണ് കേട്ടോ. ഞാൻ ഇത്രയൊക്കെ പാചകം അടിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ചാള ഭയങ്കര കാര്യമാണ്. പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സംഭവമായിട്ടോ ഈ ചാള. വെക്കാൻ ഇഷ്ടമാണ്, പക്ഷെ കൂട്ടാൻ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ചാളക്കറിയായിട്ട് ദേഹം അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. തൊട്ടിപ്പുറത്ത് ചാള വറുക്കാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ചക്കയും കൂടെ അങ്ങോട്ട് ഒലത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ. പച്ചക്കായും ചെമ്മീനും കൂടെ വെച്ചതും പിന്നെ ചാളക്കറിയും പിന്നെ ചാള വറുത്തതുണ്ട്. അങ്ങനെ മീൻകറി കൂട്ടാത്ത കൊണ്ട് ഞാൻ പരിപ്പും കൂടെ താളിച്ചിട്ടുണ്ട് കൂടെ. പിന്നെ പച്ചക്കായും ചെമ്മീനും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് വയ്ക്കാൻ പോവാണ്. ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്ര ഉള്ളേ. ഇനി പുതിയൊരു വീഡിയോ പിന്നെ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.